ഇനി നമ്മൾ മധ്യകേരളത്തിലേക്ക് പോവുകയാണ്. മധ്യകേരളത്തിൻ്റെ ഒരു ഗ്രൗണ്ടിൽ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്കറിയാം. LDFിൻ്റെ പ്രതീക്ഷകൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. കോട്ടയം ജില്ലയിൽ നിലവിലുള്ള 5 സീറ്റുകൾ നിലനിർത്തുമെന്ന് LDF. തൃശൂർ, മണലൂർ, വടക്കഞ്ചേരി മണ്ഡലങ്ങളിൽ നഷ്ടമാകുമെന്നും നേതൃത്വം പറയുന്നുണ്ട്. ഗുരുവായൂരിലും കൊടുങ്ങല്ലൂരിലും ഇഞ്ചോടിഞ്ചെന്നും വിലയിരുത്തലുണ്ട്. എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തുറ ഉൾപ്പെടെ 6 സീറ്റുകളിൽ വിജയിക്കുമെന്നും പ്രതീക്ഷ വയ്ക്കുന്നുണ്ട് LDF. ഇനി UDF ക്യാമ്പിലേക്ക് പോയി കഴിഞ്ഞാൽ UDF ക്യാമ്പിൽ പാലക്കാട് ജില്ലയിൽ നില മെച്ചപ്പെടുത്തുമെന്ന് പ്രതീക്ഷ. തൃശ്ശൂരിൽ അട്ടിമറി വിജയങ്ങൾ നടത്തുമെന്നും കണക്കുകൂട്ടലുണ്ട് UDF ക്യാമ്പിൽ. UDF ഒപ്പം തന്നെ എറണാകുളത്തും ഇടുക്കിയിലും ക്ലീൻ സ്വീപ്പ് നടത്തുമെന്ന് വിലയിരുത്തലുണ്ട്. കോട്ടയത്ത് സീറ്റ് വർദ്ധിപ്പിക്കാമെന്നും കണക്കുകൂട്ടൽ ഉണ്ട്. ഇനി NDA ക്യാമ്പിലേക്ക്. NDA ക്യാമ്പിൽ പാലക്കാട് അട്ടിമറി വിജയം നേടാമെന്ന കണക്കുകൂട്ടലിൽ തന്നെയാണ് NDA ക്യാമ്പ് ഇപ്പോഴുമുള്ളത്. നാട്ടികയിലും മണലൂരിലും തൃശ്ശൂരിലും മികച്ച പ്രകടനം നടത്താമെന്ന വിലയിരുത്തലും NDA ക്യാമ്പിലുണ്ട്. 2020യുടെ മികവിൽ എറണാകുളത്ത് അത്ഭുതങ്ങൾ കാട്ടാമെന്നും പ്രതീക്ഷ. തൃക്കാക്കരയും കുന്നത്തുനാടും അട്ടിമറി വിജയത്തിന് സാധ്യതയെന്നും നിരീക്ഷണമുണ്ട്. ഇത് തന്നെയാണ് ഈ മധ്യകേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ LDFിൻ്റെയും UDFിൻ്റെയും NDAയുടെയും ഈ 3 മുന്നണികളുടെയും പ്രതീക്ഷകൾ. ലാൽകൃഷ്ണയുടെ വിവരങ്ങളുമായി. ലാൽകൃഷ്ണ, ആദ്യം നമ്മൾ അറിയേണ്ടത് ഈ UDF ക്യാമ്പിലെ മുഖ്യമന്ത്രി ചർച്ച അത് ഈ എറണാകുളത്ത് നിന്നാണ് ആരംഭിച്ചത്. അത് എറണാകുളത്ത് നിന്ന് ആരംഭിച്ച് ഇപ്പോൾ എല്ലാ ജില്ലകളിലും അത് ചർച്ചയായി, നേതാക്കളിൽ ചർച്ചയായി, പാർട്ടി പ്രവർത്തകരിൽ ചർച്ചയായി. അത് ഈ സോഷ്യൽ മീഡിയയിലൂടെ എല്ലാം വാദപ്രതിവാദങ്ങളായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. UDFിലെ മുഖ്യമന്ത്രി ആര് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ വലിയ ചർച്ചാ വിഷയം. അനു പറഞ്ഞ പോലെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെ തന്നെ UDF ക്യാമ്പ് വിജയം ഉറപ്പിച്ച് ആരാകണം മുഖ്യമന്ത്രി എന്ന രീതിയിലേക്ക് ചർച്ചകൾ കൊണ്ടുപോയി എന്നുള്ളത് തന്നെയാണ് കേരളം കണ്ടത്. ഒരു പടി കൂടി കടന്ന് എറണാകുളത്തെ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് VD സതീശൻ മുഖ്യമന്ത്രി ആകണം എന്നൊരാഗ്രഹം കൂടി പ്രകടിപ്പിച്ചിട്ടുണ്ട്. മുഹമ്മദ് ഷിയാസ് എന്ന് പറയുന്നത് VD സതീശൻ്റെ ഉറ്റ അനുയായിയാണ്. ഊണിലും ഉറക്കത്തിലും കൂടെ തന്നെ ഉള്ള ഒരാൾ കൂടിയാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഷിയാസിന് മറുത്തൊരു വാക്ക് ആ വിഷയത്തിൽ പറയാനില്ല. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് അവരുടെ കോൺഫിഡൻസ് തന്നെയാണ്. എറണാകുളം ജില്ലയിലും ഇടുക്കി ജില്ലയിലും കോട്ടയം ജില്ലയിലും കൃത്യമായ ഒരു ഭൂരിപക്ഷം അവർക്കുണ്ടാകും. അതായത് 14 സീറ്റുകൾ എറണാകുളം ജില്ലയിൽ തൂത്തുവാരും ഇടുക്കി ജില്ലയിലും സമാനമായ സാഹചര്യം ഉണ്ടാക്കും എന്നുള്ളത് തന്നെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ആ കാരണം കൊണ്ട് തന്നെയാണ് ഭരണത്തിലേറാൻ വലിയ താമസമൊന്നുമില്ല, ഉറപ്പിച്ച ഭരണം എന്ന രീതിയിലേക്ക് പോകുന്നത്. പക്ഷേ ഈ വിഷയത്തിൽ മനഃപൂർവ്വമായൊരു മൗനം പല നേതാക്കളും പാലിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസത്തെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ പോലും അത്തരത്തിൽ താൻ റെഡിയാണ് എന്ന് സൂചിപ്പിക്കുന്നതായിരുന്നു. പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തലയുടെ ഒരു തിരിച്ചുവരവിൻ്റെ പോസ്റ്റ് പറയുന്നുണ്ടായിരുന്നു. KC ഒരു പടി കൂടി കടന്ന് മങ്ങി നിൽക്കുകയാണെങ്കിലും ഇവിടെ തന്നെ ഉണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ സഞ്ജു സാംസനെ കോട്ട് ചെയ്തുകൊണ്ടാണ് ഇവരെല്ലാവരും പോസ്റ്റ് പോയത് എന്നത് നമുക്ക് വേണമെങ്കിൽ വരികൾക്കിടയിലൂടെ വായിക്കാവുന്ന ഒരു കാര്യമാണ്. UDFിന് വലിയ വേരോട്ടമുള്ള മധ്യകേരളം, ഈ മധ്യകേരളത്തിൽ വിള്ളൽ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് LDF കൃത്യമായി പറയുന്നുണ്ട്. ഈ തൃശ്ശൂരും മണലൂരും വടക്കാഞ്ചേരി മണ്ഡലങ്ങളുമൊക്കെ നഷ്ടമാകുമെന്ന് നേതൃത്വം കണക്ക് കൂട്ടുന്നുണ്ടെങ്കിലും ഈ UDF ബെൽറ്റിലേക്ക് കയറി സീറ്റുകൾ പിടിച്ചെടുക്കാമെന്ന് LDF കരുതുന്നുണ്ടല്ലേ? തൃശ്ശൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം നിലവിൽ അവിടെയുള്ള സീറ്റുകളിൽ ഒറ്റ സീറ്റ് മാത്രമാണ് UDFിന് അനുകൂലമായിട്ടുള്ളത്. ബാക്കി മുഴുവൻ സീറ്റുകളും നിലവിൽ LDFിൻ്റെ കൈവശം തന്നെ ഇരിക്കുന്ന സീറ്റുകളാണ്. അവിടെ വിള്ളൽ ഉണ്ടാക്കാം എന്നുള്ളതാണ് UDFിൻ്റെ പ്രതീക്ഷ എന്ന് പറയുന്നത്. കൃത്യമായ ഇടപെടലുകളിലൂടെ ആ സീറ്റുകൾ തിരിച്ചു പിടിക്കും എന്നുള്ളതാണ് UDF പ്രതീക്ഷിക്കുന്നത്. ആകെ LDFിൻ്റെ പക്കൽ ഇല്ലാത്തൊരു സീറ്റ് എന്ന് പറയുന്നത് ചാലക്കുടിയാണ്. ചാലക്കുടിയിൽ ഇത്തവണ മലക്കം മറയുന്ന രീതിയിലൊരു ചാൻസ് ഉണ്ട്. അത് NDA വോട്ടുകൾ NDAക്ക് തന്നെ, BJPക്ക് കൃത്യമായി BJPയുടെ വോട്ടുകൾ പോവുകയാണെങ്കിൽ ചാലക്കുടി സീറ്റും CPMനൊപ്പം LDFിനൊപ്പം നിൽക്കും എന്നുള്ളതാണ് അവർ പ്രതീക്ഷിക്കുന്നത്. കേരള കോൺഗ്രസ് ജോസ് വിഭാഗമാണ് അവിടെ മത്സരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ സീറ്റ് അടക്കം മുഴുവൻ സീറ്റുകളും 13 സീറ്റുകളും LDFിനൊപ്പം നിൽക്കും എന്നുള്ളതാണ് LDFിൻ്റെ പ്രതീക്ഷ. പക്ഷേ അവിടെ കൃത്യമായി വിള്ളൽ ഉണ്ടാക്കാൻ കഴിയും, അവിടെ തങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് UDF പോകുന്നത്. നേരെ എറണാകുളം ജില്ലയിലേക്ക് വരികയാണെങ്കിൽ 5 സീറ്റുകളാണ് LDFിനൊപ്പം ഉള്ളത്. ഈ 5 സീറ്റുകൾക്ക് പുറമെ തൃപ്പൂണിത്തുറ കൂടി ഏറ്റെടുത്തുകൊണ്ട് 6 സീറ്റിലേക്ക് വരും എന്ന കണക്കൂട്ടൽ അവിടെ ഉണ്ട്. അപ്പോഴും CPI പ്രതിനിധീകരിക്കുന്ന 2 സീറ്റുകൾ, അതായത് പറവൂർ സീറ്റും മൂവാറ്റുപുഴ സീറ്റും അവരുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. പക്ഷേ അവിടെ അടക്കം കൃത്യമായ രീതിയിലുള്ള ലീഡ് ഉണ്ടാക്കാം കൂടി. പാലക്കാട് അട്ടിമറി വിജയം നേടുമെന്ന് NDA ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ വോട്ട് എടുപ്പിന്റെ തൊട്ട് തലേ ദിവസം കാര്യങ്ങൾ കുഴഞ്ഞു മറിഞ്ഞ് ആകെ വിവാദമായ സംഭവങ്ങൾ നമ്മൾ കണ്ടതാണ്. വോട്ടിന് നോട്ട് എന്നുള്ള രീതിയിൽ വലിയ വലിയ പ്രചരണങ്ങൾ നടന്നിരുന്നു. അപ്പോഴും അവിടെ ശോഭാ സുരേന്ദ്രൻ വിജയിച്ചു കയറുമെന്ന കണക്കുകൂട്ടൽ NDAക്കുണ്ട്.
എൻ ഡിക്ക് കൃത്യമായ കണക്കുകളിൽ മധ്യ കേരളത്തിൽ നിന്നുള്ള കണക്കുകളിലുള്ള പ്രധാനപ്പെട്ട ഇടങ്ങളെന്ന് പറയുന്നത് പാലക്കാട്, തൃശ്ശൂർ, പാല, കുന്നത്തുനാട്, തൃപ്പൂണിത്തുറ എന്നീ സീറ്റുകളാണ്. അതിൽ 2020 ചിറകിലേറി കുന്നത്തുനാടും തൃപ്പൂണിത്തുറയും പിടിക്കാം എന്നൊരു പ്രതീക്ഷ അവർക്കുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തൃക്കാക്കരയല്ല, തൃപ്പൂണിത്തുറയാണ് എന്ന് ശ്രദ്ധേയമായിട്ട് എടുത്തു വെക്കണം. അതോടൊപ്പം പാലക്കാടാണ്. പാലക്കാട് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കൃത്യമായൊരു മുന്നേറ്റം BJPക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിലടക്കം BJPയുടെ വലിയൊരു മുന്നേറ്റം അവിടെ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു അട്ടിമറിക്കുള്ള സാധ്യത ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട്. ശോഭാ സുരേന്ദ്രനെ പോലെ ഒരു ക്രൗഡ് പുള്ളർ ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റിനെ കൊണ്ടുവരുമ്പോൾ കൂടുതൽ വോട്ടുകൾ ഉയർത്താൻ പാലക്കാട് അട്ടിമറി തന്നെയാണ് എന്തായാലും പ്രവചിക്കുന്നത് എന്ന മധ്യ കേരളത്തിലെ ചിത്രങ്ങളാണ് നമ്മൾ കണ്ടത്. എന്തായാലും ഈ കേരളത്തിന്റെ 3 ഭാഗങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ പരിശോധിക്കുമ്പോൾ എന്തായാലും വിധി എന്തെന്നൊരു പ്രഡിക്റ്റബിളേ അല്ല. എന്തായാലും മെയ് 4-ന് ചിത്രം വ്യക്തമാകും. ആരായിരിക്കും ഭരണത്തിലേറുക എന്ന് നമുക്ക് വ്യക്തമായി അറിയാനും കഴിയും. അതാണ് യഥാർത്ഥ റിയാലിറ്റി. എന്തായാലും നമുക്ക് കണ്ടു തന്നെ ഇരിക്കാം. ഇനി മുന്നോട്ട് വരുമ്പോൾ എന്തൊക്കെ വിവാദങ്ങളായിരിക്കും ഉയർന്നു വരിക എന്നതും നമ്മൾ നോക്കിയിരിക്കണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.